മാരേജ് സർട്ടിഫിക്കറ്റ് പിന്നെ പോയി മേടിച്ചോ? മാരേജ് സർട്ടിഫിക്കറ്റ് പിന്നെ മേടിച്ചില്ലെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചായിരുന്നു. ചോദിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മളെ പിന്നെ ഈ അവിടെ എഴുതിയ ഒരു ആധാരം എടുത്താറുണ്ട്, അവരെടുത്ത് അപേക്ഷ കൊടുത്തിട്ട് പിന്നെ അവിടെ പോയി മേടിച്ചാൽ മതി എന്ന് പറഞ്ഞ്. പിന്നെ എനിക്ക് പോകാനും പറ്റിയില്ല, പിന്നെ സാഹചര്യം വന്നില്ല. തെളിവില്ല. അങ്ങനെ സാധനം ഉണ്ടായിട്ടുണ്ടോ? ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു? ഒപ്പിട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ കല്യാണം കഴിച്ചതിന് രേഖകളൊന്നും ഇല്ല. ഇല്ല. കല്യാണത്തിൽ പങ്കെടുത്തതിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ? താലി കിട്ടിയതൊക്കെ? അതൊന്നും എടുത്തിട്ടില്ല, അതൊന്നും ഇല്ലായിരുന്നു. ആ ഫോട്ടോ എടുപ്പോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് പിന്നെ രേഖയ്ക്ക് നല്ല സാമ്പത്തിക ശേഷി ഉണ്ടെന്ന് ഇദ്ദേഹം തെറ്റിദ്ധരിച്ചിരുന്നോ? ഇല്ല, അറിയായിരുന്നു. അവിടെ വെച്ചാൽ നമ്മുടെ വീടിന്റെ ആ ഭാഗത്തൊക്കെ ഉള്ള എനിക്ക് നേരത്തെ കണ്ടില്ല. കല്യാണത്തിന് കുറച്ച് കാര്യമായിട്ട് എന്തെങ്കിലും തരും എന്നെല്ലാം പ്രതീക്ഷിച്ചിരുന്നോ? അതറിയത്തില്ല എനിക്ക്. പ്രധാനമായിട്ടുള്ള വഴക്കെന്ന് പറയുന്നത് ഇയാളുടെ ഈ പരസ്ത്രീ ബന്ധം. അത് നമ്മള് സഹിക്കുന്ന സ്ഥലങ്ങളിലല്ല. അപ്പൊ ഈ പൈസ പോകുന്നത് ഈ വഴിക്കാണ്. ആണ്. മദ്യപാനമുണ്ട്, നന്നായിട്ട് നല്ലോണം ഭക്ഷണം കഴിക്കും, നന്നായിട്ട് ഭക്ഷണം കഴിക്കും. അതെ, ഇറച്ചിയും പത്തിരിയൊക്കെ ഇവരൊക്കെ ഒന്നിച്ചായിരിക്കും കഴിക്കുകയൊക്കെ ചെയ്തത്. കഴിച്ചിട്ടില്ല വരുന്നത്. അപ്പൊ ഞാൻ ഇന്ന് മണപ്പിച്ചു നോക്കും കൈ. കാരണം ആ നല്ല മണം, സവാളയുടെ ഒക്കെ ആ ഒരു മണം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്കത് സങ്കടമാണ്. കാരണം കുഞ്ഞുങ്ങള് പുളിമുളക് അരച്ച ചോറ് നിന്നായിരിക്കും കിടന്ന് ഉറങ്ങുന്നത്. പലവട്ടം ഞാൻ വിചാരിച്ചേക്കും മരിക്കാന്ന്. കാരണം ഇതെല്ലാം കണ്ടിട്ട് ഞാൻ വിചാരിക്കും കിടന്ന് ഉറങ്ങുമ്പം കുഞ്ഞുങ്ങളെയും കൊന്നിട്ട് ഞാനങ്ങ് ചാവാൻ ചെന്ന് നമുക്ക് കുഞ്ഞുങ്ങളെ കിടന്ന് ഉറങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് എങ്ങനെ അതിനെയൊക്കെ കൊല്ലാൻ തോന്നും. എത്ര പ്രായമുണ്ട്? എനിക്ക് 32 വയസ്സ്. വേറെ ആരും രേഖയുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്? എൻ്റെ അച്ഛനും ആങ്ങളെയും. എൻ്റെ അണ്ണനെ ഇപ്പം തന്നെ നോക്കുന്നത്. പിന്നെ എന്നോട് സുഖമില്ലാതായപ്പം കുഞ്ഞുങ്ങൾ വിളിച്ചു പറഞ്ഞു, അച്ഛൻ അമ്മയ്ക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഒരു കാര്യം പിന്നെ അമ്മയുടെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മേടിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ പൈസ ഒന്നുമില്ല, നീ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് പൈസ മറിച്ചുകൊണ്ട് പോകാൻ. ഞാൻ പറഞ്ഞു എനിക്ക് എണീറ്റ് നടക്കാൻ വയ്യ. കാരണം പിന്നെ പായുന്ന എണീറ്റാൽ എനിക്ക് കമ്പ് കുത്തി ഞാൻ എണീക്കുന്നു. അത്രയും എനിക്ക് എൻ്റെ കാര്യങ്ങൾ പോലും നടക്കാൻ വയ്യ. കാരണം ചോറ് വാരി തിന്നാൻ വയ്യ, ഒന്നും വയ്യാത്തൊരു സ്ഥിതി. 2 കാലും അങ്ങ് ഭയങ്കര വേദനയായിട്ട് കിടക്കുക. അന്നേരം ഞാൻ പറഞ്ഞു അങ്ങനെ കിടക്കുന്ന ഞാൻ എവിടുന്നാ മേടിക്കുന്നത്, എവിടുന്നെങ്കിലും ജോലിക്ക് പോവില്ലേ? അപ്പോൾ അവരുടെ അടുത്തെങ്കിലും ചോദിച്ച് 200 രൂപ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ കൊട്ടാരക്കര പോയി വേദനയുടെ ഇഞ്ചക്ഷനെങ്കിലും എടുത്താൽ നമുക്ക് അത്രയും ഇത് കിട്ടും, അത് കഴിഞ്ഞ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകാന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ എൻ്റെ പൈസ ഒന്നുമില്ല, നീ അവിടുന്ന് എവിടെന്നെങ്കിലും മറിക്കുന്നു പറഞ്ഞെങ്കിൽ മൊബൈൽ വെച്ച്. ഞാൻ അന്നേരം തന്നെ എൻ്റെ ആങ്ങളെ വെച്ച് ഞാൻ പറഞ്ഞു, അണ്ണ എനിക്ക് തീരെ വയ്യെന്ന് പറഞ്ഞ് മോളെ ഇവിടെ സമാനമായിട്ട് കിടക്കാം, അണ്ണ ഇപ്പം തന്നെ പൈസ എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ടുണ്ട്. അണ്ണൻ പൈസ അന്നേരം കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സ്കൂളിലെ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞ്, ടീച്ചർ ഒരു 100 രൂപ വേണം, എനിക്ക് അത്ര വയ്യ. ആ ടീച്ചറും കൂടെ പൈസ വൈകിട്ട് കൊടുത്തു വിട്ട്. എന്നിട്ട് ഇദ്ദേഹത്തിന് എനിക്ക് 10 പൈസ തരാൻ ഇല്ല. എത്ര നാളായി കണ്ടിട്ട്? ഭർത്താവ് മക്കളെ കാണാൻ വരാറില്ലേ? മക്കളെ കാണാൻ വരാറുണ്ടെന്ന് വെച്ചാൽ മാസത്തിൽ ഒരു ദിവസമൊക്കെ വരും. നിങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കാറൊക്കെ ഉണ്ട്? സ്ഥിരമായിട്ട് സംസാരിക്കത്തില്ല, എന്തെങ്കിലും ആവശ്യങ്ങൾ. കാരണം കുഞ്ഞുങ്ങളുടേതായ കാര്യങ്ങൾ ഞാൻ പറയും. മോക്ക് പിന്നെ സ്കോളർഷിപ്പിന്റെ പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് 150 രൂപ അടയ്ക്കണമായിരുന്നു. ആ പിന്നെ രൂപ അടയ്ക്കണം. ഞാൻ പറഞ്ഞു 150 രൂപ വേണം, അത് അടയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് തരാന്ന് പറഞ്ഞാൽ അത് തന്നില്ല. അത് പിന്നെ സ്കൂളിലെ ടീച്ചറാണ് അടച്ചത്. പിന്നെ വേറെ പിന്നെ രണ്ടാമത്തെ മോക്കാണെങ്കിൽ തളിരെന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അപ്പം അതിനും പൈസ അടച്ചാൽ അത് ചേർന്നിട്ടത്. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മച്ചി പൈസ വേണം, അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. അങ്ങനെ ഞാൻ ചോദിച്ചു, കൊച്ചുങ്ങളുടെ പൈസയ്ക്ക് വേണം, അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അവർക്ക് അത് ചേരാൻ പറ്റത്തില്ല, അപ്പം മോള് നല്ലതായിട്ട് പഠിക്കുന്നുണ്ട്, പൈസ വേണമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് തരാം, ഞാനെല്ലാം തരാം, പക്ഷേ തരത്തില്ല. ഇളയ മോക്കാണെങ്കിൽ ഈ അസുഖത്തിൻ്റെ അത് ആവുന്നതിന് മുമ്പ് ഞാൻ ജോലിക്ക് പോയിരുന്നു, ആഫീസിൽ പോകുമായിരുന്നു. അത് 12 രൂപ അടയ്ക്കാൻ പോകുന്നത്. അന്നേരം അവിടെ വലിയ ജോലിയില്ല, കൈയും കാലൊക്കെ നീട്ടിയിട്ടിരുന്നു. അങ്ങനെ ജോലി ചെയ്ത് കൊണ്ടുവന്ന പൈസ 2000 രൂപ കൊണ്ട് അടച്ച് 4 മാസത്തെ. ഇനി 6 മാസത്തെ ഫീസ് അടയ്ക്കാറുണ്ട്. ആ 6 മാസത്തെ ഫീസ് കുഞ്ഞ് കാണുമ്പോഴെല്ലാം ചോദിക്കും, അച്ഛാ ഫീസ് കൊണ്ട് തരണേ, അച്ഛാ ഫീസ് കൊണ്ട് തരണ്ടെന്ന്. ഇതുവരെ ആ ഫീസ് കൊടുത്തിട്ടില്ല. എത്ര രൂപ കൊടുക്കാറുള്ളൂ? ദിവസം പിന്നെ മാസം 500 രൂപ വെച്ച്. എന്നിട്ട് 2 മക്കൾക്ക് ഫ്രീയാ. അങ്ങനെയൊക്കെ എല്ലാ പിന്നെ സ്കൂളിൽ നിന്ന്. പിന്നെ ഇപ്പം 2-3 ആഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് തീരെ സുഖമില്ലാതായപ്പോഴും പിന്നെ വീട്ടിൽ പിന്നെ ചേട്ടനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ കൊച്ചു രാവിലെ വിളിച്ചു പറഞ്ഞു. അന്ന് എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഛർദ്ദിച്ച് മാണ്ടുപോയി ഞാൻ. അന്നേരം കുഞ്ഞ് രാവിലെ തൊട്ടേ വിളിക്കുന്നു, അച്ഛാ അമ്മയ്ക്ക് സുഖമില്ല അച്ഛാ, അച്ഛൻ വാച്ചാ എന്ന് പറഞ്ഞു. ഞാൻ വരാം മോളെ, ഇപ്പം വരാം. പിന്നെ പറഞ്ഞ് ഇച്ചിരി നേരം അച്ഛൻ തുണി കഴുകിയിട്ട് വരാമെന്ന്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് സമയം പോയതല്ലാതെ ഒന്നും ചെയ്തില്ല.
അങ്ങനെ എൻ്റെ മൂത്ത ആങ്ങളെ വിളിച്ചു കുഞ്ഞ്. അന്നേരം പറഞ്ഞു അമ്മ അച്ഛൻ എടുക്കുന്നൊന്നുമില്ല, അമ്മ ഒരു കാര്യം ചെയ്യും, പിന്നെ ഞാൻ മാമനെ വിളിക്കാം. അങ്ങനെ മാമനെ വിളിച്ചപ്പം മാമ അന്നേരം എൻ്റെ ആങ്ങളെ അന്നേരം വന്ന് വിഷമിച്ച് നിൽക്കുമ്പം അണ്ണൻ അന്ന് ഒരു ദിവസം ജോലി ചെയ്താൽ അന്ന് 3000 രൂപയുടെ ഒരു ജോലിയാണ്. അത് കളഞ്ഞിട്ടാണ് വന്നത്. എന്നിട്ട് പിന്നെ അന്നേരത്തേക്കോ നമ്മുടെ കുടുംബശ്രീക്കാർ, ഞാൻ കുടുംബശ്രീയിലുണ്ട്, അപ്പോൾ ആ ചേച്ചിയും എല്ലാം കൂടെ വന്ന് അന്നേരം തന്നെ പൈസ പിരിച്ച് എൻ്റെ ഒരു ബന്ധു കൊച്ച് 500 രൂപ തന്നു. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ നിന്നവരെല്ലാവരും കൂടെ പൈസ പിരിച്ചാ എന്നെ ആശുപത്രി കൊണ്ടുപോയപ്പം ആ ചേച്ചി വിളിച്ചു പറഞ്ഞ് സുനിലെ പിന്നെ അവർക്ക് ഒട്ടും സുഖമില്ല, നീ എളുപ്പം വരണം എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റത്തില്ല, റേഷൻ കാർഡൊക്കെ കൊണ്ടുപോകാം, കാരണം അവിടെ പോയാൽ മെഡിക്കൽ കോളേജിൽ പോയാൽ വല്ല ബ്ലഡൊക്കെ ഇത് ചെയ്യണമെങ്കിൽ റേഷൻ കാർഡ് വേണം കൊണ്ടുവരാൻ പറഞ്ഞു. അത് പറഞ്ഞ് അത് റേഷൻ കാർഡ് കൊണ്ടുവരാൻ ഞാൻ വണ്ടിയൊന്നുമില്ല, നടന്നേ വരാൻ പറ്റത്തോളം എന്ന് പറഞ്ഞു. അന്നേരം ചേച്ചി പറഞ്ഞ് എങ്ങനെയായാലും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ വണ്ടി വിളിച്ച് തന്ന് എന്നെ കൊണ്ടുപോയി. അന്നേരം അച്ഛനും എൻ്റെ രണ്ടാമത്തെ ചേച്ചി ആങ്ങളെയും കൂടെ ആശുപത്രി കൊണ്ടുവന്ന സമയത്ത് എന്നെ മൊബൈലിൽ വിളിച്ച്. അന്നേരം എനിക്കിതിൽ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അണ്ണൻ്റെ കൈ കൊടുത്തപ്പം പറഞ്ഞ്, അന്നേരം അണ്ണൻ ചോദിച്ചു അളിയൻ എവിടെ നിൽക്കുവാന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് അത് ഞാൻ പിന്നെ മരുതമ്പള്ളി നിൽക്കുവാന്ന് പറഞ്ഞു. മരുതമ്പള്ളി എന്നൊരു സ്ഥലമുണ്ട്, അപ്പോൾ അതിലൂടെയാണ് നമ്മൾ വണ്ടിക്കകത്ത് വരുന്നത്. അന്നേരം പറഞ്ഞ് അന്ന ഒരു കാര്യം ചെയ്യുക, അളിയ അവിടെ നിൽക്ക്, ഞങ്ങൾ ഈ വണ്ടിക്കകത്ത് വരാം, അവിടെ നിൽക്കുമ്പോൾ നമുക്ക് പോവല്ല എന്ന് പറഞ്ഞ്. അല്ല അളിയ ഞാൻ അവിടെ അല്ല നിൽക്കുന്നത്, ഞാൻ നാൽക്കവലയാണ് നിൽക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങ് പോരുന്നു. ഒരു 10 പൈസ കൊണ്ടു തരത്തില്ല. SLB പറഞ്ഞില്ല എന്താണ് ഡോക്ടർ പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തെ മൊത്തം അവയവങ്ങൾക്കും ബാധകമാണെന്ന് പറഞ്ഞു. ബാധകം എന്ന് പറഞ്ഞാൽ കിഡ്നിയിൽ ആദ്യമേ അത് ആവുന്നതെന്ന് പറഞ്ഞു. കിഡ്നി, കണ്ണ്. ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഈ 2 മുട്ടും നല്ല വേദനയുണ്ട് എനിക്ക്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ല. കാരണം എത്ര നാളായി തുടങ്ങിയിട്ട്? അത് ഈ 2014 ആ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഉണ്ട്, പക്ഷെ നമുക്ക് അറിഞ്ഞൂടാ. കല്യാണം കഴിച്ച സമയത്തോ? ഇല്ല, ഈ ഇടയ്ക്ക് 2014 തൊട്ടേ ഞാൻ ഈ ജോലിക്ക് സ്കൂളിൽ ജോലിക്ക് പോകുന്ന സമയം തൊട്ടേ ഉണ്ട്. പക്ഷെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടംപോലെ മുടി ഉണ്ടായിരുന്നു. ഈ മുടി ഇങ്ങനെ പൊഴിഞ്ഞു പോയപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ ആരോഗ്യത്തിന്റെ ഇതൊക്കെ ആയിരിക്കും വെച്ചാൽ മുടി പൊഴിയുന്നതിന്. മുടി പൊഴിച്ചില്, ചൊറിച്ചില്, പിന്നെ ദേഹത്ത് ഇങ്ങനെ ഈ ചുമന്നതായിട്ട് വരും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ വയറുവേദന വന്ന് ഛർദിലൊക്കെ എന്നെ ആശുപത്രി കൊണ്ടുവന്ന്. അന്നേരം അവിടെ വെച്ചാൽ അറിയുന്ന ഈ പിത്താശയത്തിൽ വലതു ഭാഗത്ത് വെള്ളവും ഇടതു ഭാഗത്ത് കല്ലും ഉണ്ടെന്ന് അറിഞ്ഞു. ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഇച്ചിരി കല്ല് വലിയതാണെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞേ പറ്റത്തോളെന്നാ പറഞ്ഞേക്കുന്നത്. അതുമായിട്ട് ബന്ധമുള്ളതല്ല ഈ SLE എന്ന് പറഞ്ഞ സ്ഥാനം അല്ലേ? അല്ലല്ല, അത് വേറെ. അത് സ്കിൻ അലർജികൾ പോലെ അതാണ്ട് എന്റെ കാലിൽ കാണാത്, എന്റെ കാല് മൊത്തം അത് ഉണ്ട്. ഇങ്ങനെ ചുമന്ന പൊട്ടുപോലെ നമ്മൾ ഒത്തിരി നേരം ഇങ്ങനെ കാല് തൂക്കിയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ എന്താ നമ്മുടെ ഈ പരാതിയുടെ പ്രധാന ആവശ്യം എന്തുവാ? എനിക്ക് കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കണം. എനിക്ക് അയ്യോ ഒരു ഭർത്താവായിട്ട് വേണ്ട. എന്തിനാ ഞാൻ അയാളെ സ്വീകരിക്കുന്നത്? എന്തായാലും ഭർത്താവ് സുനിലിനെ വിളിക്കാം. സാർ, ഇതാണ് സുനിൽ. എത്ര വർഷമായി സുനിലെ കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പം 10 വർഷം. 10 വർഷമായി. കുട്ടികളൊക്കെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? കുട്ടികള് ഇപ്പോ 5, 4 അതിന്റെ താഴോട്ട. ബാക്കി കൊച്ചുകുട്ടികളെ, ചെറിയ കുട്ടികളാ. ഒരാൾ മാത്രമേ പഠിക്കുന്നുള്ളൂ? അല്ല, 3 പഠിക്കുന്നുണ്ട്. ഏത് ക്ലാസ്സിലാ? 4, 3 അങ്ങനെ പഠിക്കുക. നിങ്ങളെ വീട്ടിലാണ് അവർ താമസിക്കുന്നത് അതോ നിങ്ങളെ? അല്ല, അവരിപ്പോ അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. നിങ്ങൾക്ക് വീടില്ലേ? ഉണ്ട്. അത് അവിടെ ആരൊക്കെ ഉണ്ട്? അവിടെ അച്ഛനുണ്ട്, ഇപ്പൊ അച്ഛനും ഉണ്ട്, ഞാനും ഉണ്ട്, രണ്ടാമതൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ കല്യാണം കഴിച്ചു? ഇല്ല, മൂത്ത ചേട്ടനുണ്ടായിരുന്നു. മൂത്ത ചേട്ടൻ ഇപ്പൊ അവര് വീടൊക്കെ പൊളിച്ചിട്ട് പുതിയ വീട് വെക്കാനായിട്ട് തുടങ്ങിയപ്പോ അച്ഛന്റെ പേരിലാണ് ആ വീട്. അവിടെ എന്താ പിന്നെ നിർത്താത്തവര്? അവിടെ വീട്ടിൽ വരത്തില്ല, വിളിച്ച വരില്ല. പിന്നെ വാടക വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ അവിടെയും വരത്തില്ല. ഞാൻ ഇപ്പൊ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ചോദിച്ചു. പോവാറുണ്ട് അവിടെ? ഞാൻ പോവാറുണ്ട്. എത്ര ദിവസം കൂടുമ്പോ പോകും? എത്ര ദിവസം ഒന്നുമല്ല, ഞാൻ ഇവിടെ ജോലിയും കഴിഞ്ഞിട്ട് വരുമ്പം നേരത്തെ വരുവാണെങ്കിൽ. ഇവിടെ ജോലി? ഞാനിവിടെ നമ്മുടെ അടുത്തൊക്കെ തന്നെ പണി. എന്ത് ജോലിയാ? മേശിരി പണിയൊക്കെ. അപ്പം പണി കഴിഞ്ഞിട്ട് വൈകിട്ട് വരുമ്പോഴത്തേക്ക് ദിവസം ഉണ്ടാവത്തില്ല. ചിലപ്പോ ഇപ്പൊ വെച്ച് പണി കുറവാ. എന്നാലും മാസത്തില് 10-20 ദിവസം എങ്ങനെയൊക്കെ ആയാലും ഉണ്ടാവും. 800-850 രൂപ ശമ്പളം ഉണ്ട്. 800 ഉണ്ട്. വീട്ടിൽ ഇവർക്ക് പിള്ളേർക്ക് കൊടുക്കാറില്ലേ? ഉണ്ട്. ഞാന് ഡെയിലി പണി. ഭാര്യ പറയണ കൊടുക്കുന്നില്ല എന്നാണല്ലോ. അത് ഇപ്പോഴല്ല പറയുന്നത്, ഈ വേദി മാത്രമല്ല. ഇപ്പം എന്നെ 4-5 പ്രാവശ്യം ഇപ്പൊ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി.
പിന്നെ പൂയപ്പള്ളി സ്റ്റേഷനിൽ. എന്തിനാ? എന്നെ ഞാൻ ചിലവന് കൊടുക്കുന്നില്ല, മക്കളെ നോക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരാഴ്ചക്ക് മുമ്പ് വരെയും എൻ്റെ വീട്ടിൽ വന്ന്, എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് എൻ്റെ വീട്ടിൽ വരാത്ത ആൾ പിന്നെ ഈ സ്നേഹത്തോടെ എൻ്റെ മുമ്പിൽ സംസാരിക്കുകയും എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയും എൻ്റെ അടുത്ത് വന്നിരിക്കുകയും എന്നോട് നല്ല രീതിക്ക് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ട് അതുപോലെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്നോട് എനിക്ക് 2000 രൂപ വേണം, എനിക്ക് 3000 രൂപ വേണമെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ കാണത്തില്ല. അപ്പോൾ ഞാൻ പറയും എൻ്റെ കയ്യിൽ 10-500 ഉണ്ട്. എൻ്റെ ബാഗിനകത്ത് അവിടെ വെച്ചേക്കുന്നത് ഈ രേഖയ്ക്ക് അറിയാം. ബാഗ് വന്നിട്ട് പൈസ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ നിങ്ങൾ പക്ഷേ അല്ല, പൈസ ആവശ്യമില്ലേ? 3 കുട്ടികൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വന്ന് എടുത്തോണ്ട് പൊയ്ക്കൊണ്ടിരുന്നതാ. ഞങ്ങളുമായിട്ട് എൻ്റെ വീട്ടിൽ വരത്തില്ലെങ്കിൽ തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നയാ. എന്താ വരാത്തിന് വല്ല കാരണമുണ്ടോ? വരാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ വീട്ടിൽ എപ്പോഴും ഞാൻ വിളിക്കുന്നുണ്ട്, വാ നമുക്ക് ഒരുമിച്ച് താമസിക്കാം. കൊച്ചു കുട്ടികളല്ലേ, അപ്പം അവർ പെൺപിള്ളേരുവാ. ഞാൻ ഒരു ദിവസം കാര്യമായിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ചെറിയ കുട്ടികളല്ലേ, അവർ പ്രത്യേകിച്ച് പെൺപിള്ളേരാ, അവരുടെ അടുത്ത് ചെന്നിരിക്കാനോ അവരെ കൂടെ കളിക്കാനോ നമുക്കൊരു പ്രായപരിധിയുണ്ട്. അപ്പോഴത്തേക്ക് നീ ഇങ്ങനെ ഞാൻ അവിടെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് പറ്റുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ് അതൊക്കെ അവിടെ നിൽക്കട്ടെ, പൈസയുടെ കാര്യം പറ, ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് പൈസ ഫോൺ ചെയ്ത് ചോദിച്ചാൽ തന്നെ പൈസ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അടുത്ത് പറയും എനിക്ക് ഇപ്പോൾ ഇത്ര രൂപ വേണം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയും രേഖ കയ്യിലില്ല, നാളെ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒപ്പിച്ച് കൊടുക്കാം എന്ന് പറയുവാണെങ്കിൽ പറയും എനിക്ക് എൻ്റെ സ്വഭാവം മാറ്റല്ലേ, ഞാൻ കയറ്റേണ്ട അടുത്ത് ഞാൻ കയറ്റും, എനിക്ക് പൈസ തന്നില്ലെങ്കിൽ. ഇന്നാളൊക്കെ കയറിപ്പോയത് അറിയാമല്ലേ, ഇന്നാൾ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയെന്ന് അറിയാമല്ലോ. ഈ പിള്ളേർക്ക് എത്ര ഫീസ് അടക്കേണ്ടി വരും മാസം? ഫീസ് അടയ്ക്കേണ്ടത് പിന്നെ ഒരാൾക്ക് എല്ലാവർക്കും 500 രൂപ വെച്ചാ മാസം 500 രൂപ വെച്ചാണ് എല്ലാവർക്കും. ആണോ? ഒരാൾക്ക് മാത്രം. ഒരാൾക്ക് അടിച്ചാൽ മതി, 2 ആൾക്ക് ഫ്രീയാ. അതും അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അല്ല, ഇത് സുനിൽ കൊടുക്കാറുണ്ടോ 500 രൂപ വെച്ച്? ഞാൻ സ്കൂളിൽ ഞാൻ കൊടുക്കാറില്ല. ഞാൻ രേഖയുടെ കയ്യിലാണ് പൈസ കൊടുക്കുന്നത്. 500 രൂപ വെച്ച് കൊടുക്കോ? ഇന്ന് വരെ തന്നിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട് ഈ കാലും കൈയും വയ്യാതെ പോയി ജോലി ചെയ്ത് 2000 രൂപ കൊണ്ട് അടച്ചിട്ടുണ്ട്. ഒട്ടും വയ്യാതെ അത് ഇവിടെ ഇരിപ്പുണ്ട്. ഒട്ടും വയ്യാണ്ടല്ല. ഇപ്പം രേഖ ഇവിടെ വണ്ടി ഇറങ്ങുന്നത് ഞാൻ കണ്ടായിരുന്നു. കാല് വയ്യാതെ ഞൊണ്ടി വരുന്ന പോലെ ഞാൻ കണ്ടായിരുന്നു. ഞാൻ ജോലിയും കഴിഞ്ഞ് വൈകിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് ജോലി കഴിഞ്ഞ് വന്ന ആ വൈകുന്നേരം രാവിലെയാണ് വന്നത്. ജോലി കഴിഞ്ഞ് വരുന്ന വഴിയല്ല. ഇപ്പം ഞാൻ വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോയായിരുന്നു. അപ്പോൾ ഒരു 10 ദിവസത്തെ പണിക്ക്. അപ്പം ഇവിടെ എനിക്ക് നാട്ടിൽ പണി കുറവായതുകൊണ്ട് കർണാടകത്തിൽ പണിക്ക് പോയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാനിപ്പം വരുന്ന വഴിയായിരുന്നു. വരുന്നതിന് വീട്ടിൽ പോലും കയറി പോകാതെ ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ അവിടെ ചെന്നപ്പോഴത്തേക്ക് രേഖ എന്നോട് പറഞ്ഞതാ, ഇറങ്ങിപ്പോടാ മറ്റേ മോനെ, നീ എന്തിനാണ് അവിടെ വന്നേന്ന് ചോദിച്ചു. ഞാൻ അവരുടെ വീട്ടിൽ അതിനു മുമ്പ് ചെന്നാൽ പോലും അവരുടെ തള്ള എന്നെ ചീത്ത പറയും. അവരെന്നെ പറയും, എൻ്റെ മൂത്ത കൊച്ചിനെയും എന്നെ കൂടെ ഞാൻ വീട്ടിൽ കയറത്തില്ല, റോഡിൽ നിന്നുകൊണ്ട് വിളിക്കുന്നതും പൈസ എന്തെങ്കിലും കൊടുക്കുന്നതും പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതും. വീടിനകത്ത് പോലും എനിക്ക് കയറാൻ പറ്റൂല. വീട്ടിൽ കയറാറായിട്ട് എത്ര കാലമായി? ഒരുപാടായി. ഒരുപാടെന്ന് പറഞ്ഞാൽ ഇപ്പം രേഖ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം 2 കൊല്ലത്തിലധികം. 2 കൊല്ലത്തിലായിട്ട് രേഖയായിട്ട് വീട്ടിൽ പോകാറുമില്ല, സന്ധിക്കാറുമില്ല. അവരുടെ വീട്ടിൽ കയറത്തില്ലേ? അല്ല, നിങ്ങളെ വീട്ടിൽ വരുന്നില്ലല്ലോ. അല്ല, ഞങ്ങൾ വീട്ടിൽ വരും, ഇടക്ക് വരും. ഞങ്ങളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് രേഖ ആവശ്യം ഉണ്ടെങ്കിൽ രേഖ വരികയും ചെയ്യും. രാത്രിയൊക്കെ താമസിച്ചിട്ടേ പോകും. രാത്രി താമസിക്കത്തില്ല. അതാ ഞാൻ ചോദിച്ചത്. ഇല്ല, അങ്ങനെയില്ല. പകല് വരും, സ്കൂളിൽ പിള്ളേർ പോയതിനു ശേഷം പകല് വരും. പകല് വന്നിട്ട് ഒരു 3:30-4 മണി വരെ ഇരിക്കും. അപ്പോൾ പറഞ്ഞ് പിള്ളേർ വരാറായി ഞാൻ പോവാം. ഇല്ല, ചില ടൈമിൽ ജോലി ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ നല്ല രീതിക്ക് സംസാരിച്ചിട്ടിരിക്കും. ഫോണിൽ എന്നും പിള്ളേർ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഫോൺ ചെയ്യും, അച്ഛാ ഇന്നത് വേണം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വൈകിട്ട് അതുവഴി തന്നെ കയറി എന്തെങ്കിലും വേണമെങ്കിൽ ബുക്കോ ബോക്സോ എന്തെങ്കിലും വേണമെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അങ്ങനെ ഇരിക്കുമായിരുന്നു ഞങ്ങളുടെ യാതൊരു പ്രശ്നവുമില്ല. കൂടെ വന്നിട്ട് രേഖയ്ക്ക് എന്താ പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, രേഖ നീ വീട്ടിൽ വാ, നീ എന്തിനാ അവിടെ വന്നിട്ട് ഫോണില് ആരോട് സംസാരിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഫോണിലൊന്നും ഞാൻ ആരെയും വിളിക്കാറില്ല. അത് എൻ്റെ അടുത്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തിനാ അങ്ങനെയൊക്കെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഈ ഇടയ്ക്ക് എന്നെ കൊട്ടാരക്ക് രാശി, എനിക്ക് കാലിന് സുഖമില്ല. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ കാണാനായിട്ട് കണ്ടിട്ട് ഇറങ്ങി തിരിച്ചു തുടങ്ങിയപ്പം ചേട്ടത്തിയും കൊച്ചും ചേട്ടത്തിയുടെ അമ്മയുണ്ട്. അപ്പം പിള്ളേർ എന്നെ കണ്ടിട്ട് ഓടി വന്നിട്ട് കൊച്ചാന്ന് പറഞ്ഞതിന് അടുത്ത് വന്ന് കാര്യമൊക്കെ പറഞ്ഞു നിന്നു. അങ്ങനെ ഞാൻ തിരിച്ച് അവരോട് കുറച്ച് നേരം അവിടെ നിന്ന് കാര്യം പറഞ്ഞ് തിരിച്ച് ഞാൻ ഇഞ്ഞ് പോരുന്നു. അപ്പോഴത്തേക്ക് വീട്ടിൽ വന്നിട്ട് വൈകുന്നേരത്ത് ഞാൻ അവിടെ ചെന്നപ്പം വൈകിട്ടാകുമ്പോൾ അതിന് പിറ്റേന്നാന്ന് ഇവരുടെ വീട്ടിൽ ചെന്നപ്പം പിന്നെ എന്നോട് പറയുക,
നിനക്ക് എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ വയ്യ, നിനക്ക് കണ്ട അവളുമാരെയൊക്കെ നിനക്ക് ആശുപത്രി കൊണ്ടുപോകാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. ഭാര്യ ആശുപത്രിക്ക് സുഖമില്ല, നിങ്ങൾ കൊണ്ടുപോയിട്ടില്ലല്ലോ. ആരാ എന്നെ വിളിച്ച്? ഞാൻ ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിൽ ഞാൻ കൊല്ലത്ത് ഡിസ്ട്രിക്റ്റിൽ ഞാൻ പോയി. എന്നെ വിളിച്ച് ഞാൻ വരുന്നതിന് മുമ്പ് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അച്ഛനെ ഞാൻ വിളിച്ച് പറഞ്ഞു. എൻ്റെ അച്ഛൻ കൊണ്ടുവന്ന് 10,000 രൂപ കൊണ്ട് കൊടുത്ത് ചികിത്സാ കാർഡ് കൊടുത്തു. ചികിത്സാ കാർഡ് കൂടെ റേഷൻ കാർഡ് എല്ലാം കൊണ്ട് കൊടുത്തു. എന്നിട്ട് അവര് അയച്ച് അവരുടെ ആങ്ങളൊന്ന് വാങ്ങിച്ചോണ്ട് പോയല്ലേ വീട്ടില്? അതല്ല, അത് പിന്നെ അത് രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോഴാ പിന്നെ ആശുപത്രി അത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പോകാൻ നേരത്ത് കുട്ടികൾക്കൊക്കെ അയൽവാസികളാണ് പുസ്തകം മേടിച്ചു കൊടുക്കുന്നതെന്നാണല്ലോ പറയണം. അത് തിരക്കിയിട്ടുണ്ടോ? അതിനെ കുറിച്ച് തിരക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ എൻ്റെ കൊച്ചുങ്ങൾക്ക് പിന്നെ ഈ പുസ്തകം മേടിക്കാനായാലും തുണി മേടിക്കാനായാലും ഞാൻ രേഖയുടെ പൈസ കൊടുക്കുമായിരുന്നു. രേഖ എന്നിട്ട് എന്നോട് തിരികെ പറഞ്ഞത്, ഇങ്ങനെ പൈസ തരാതെ അച്ഛനും അമ്മയും കാണെ നിങ്ങൾ പൈസ കൊണ്ട് തരണം. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും നിങ്ങളോട് സ്നേഹം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലൊക്കെ വന്നൂടെ, വീട്ടിലൊക്കെ വരുവൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അച്ഛനും അമ്മയും തരണം. ഇനി പൈസയൊക്കെ നിറച്ച് പൈസയൊക്കെ കൊണ്ട് തരണം. തോന്നി കൊച്ചുങ്ങൾക്ക് പലഹാരമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവരെ കൊടുത്തില്ലെങ്കിൽ എന്തോ, അല്ലാതെ കൊടുത്തില്ല എന്തോ. പക്ഷെ എന്താ ഒരു തെളിവ് ഇല്ലാത്തതുകൊണ്ടാണ് സാർ അദ്ദേഹം കൊടുക്കുന്നു എന്നുള്ളതിന്. നമ്മളിപ്പോ ഒരു വാടകക്കാർക്ക് ചീട്ട് മേടിക്കുന്നതിനൊക്കെ നമ്മൾ ഒരു രൂപ കൊണ്ട് കൊടുക്കുന്നത്. ഇതിനൊരു തെളിവില്ലാത്ത സ്ഥിതിക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് കൃത്യമായിട്ട് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഞാൻ അയച്ചത് കണ്ടോ, മാസം ഞാൻ കൃത്യമായിട്ട് അയക്കുന്നുണ്ടെന്ന് ഈ പ്രശ്നം വരില്ല. ഇനി അങ്ങനെ ചെയ്യലാണ് വേണ്ടത്. തെളിവായല്ലോ. ഒരിക്കലും ഒരു പരാതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചീത്തപ്പേര് ഉണ്ടാവുന്നു. നിങ്ങൾ 850 രൂപ 900 രൂപ കിട്ടുന്ന ഒരാളിന് കൊടുത്തിട്ടില്ല, 3 പെമ്പക്കൊക്കെ പായലുകാരാണ് ആഹാരം മേടിച്ചു കൊടുക്കുന്ന, പുസ്തകം മേടിച്ചു കൊടുക്കുന്നത്, ഭയങ്കര മാനക്കേടല്ലേ? നിങ്ങൾ മേശിരി പണിക്ക് പോകുന്ന ഒരാളാണ്. ഇടയ്ക്കൊക്കെ ഞായറാഴ്ച ദിവസം ഞാൻ ചെന്നിട്ട് കൊച്ചുങ്ങളെ വിളിച്ചുകൊണ്ട് ഞാനങ്ങ് പോകും. പോയി നമ്മൾ കടയിലൊക്കെ പോയി ചുമ്മാ കാപ്പിയെ കുടിച്ച് ചുറ്റി അടിച്ച് ചുമ്മാ വരുമായിരുന്നു. ഓട്ടോയും വിളിച്ചുകൊണ്ട് പോയി. അപ്പം പിള്ളേർക്ക് ഒരു നല്ല സന്തോഷമൊക്കെ ഉണ്ട്, രസം ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ കൂടെ കൊച്ചുങ്ങൾ കിടന്ന് ഉറങ്ങുന്നില്ല, കുറച്ചു നേരം നമ്മളെ കൂടെ ഇരിക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അത് സ്റ്റോപ്പായി. അങ്ങനെ പോലും പറ്റാതെ ഞാൻ അവരുടെ വീട്ടിൽ ചെന്നിട്ട് മാഡം, ഞാനാണ് കുഞ്ഞുങ്ങളെ നിർബന്ധിച്ച് ഈ ചേട്ടൻ്റെ കൂടെ പറഞ്ഞു വിടുന്നത്. ഞാൻ പറഞ്ഞ മക്കളെ നിങ്ങൾ പോകണം, അമ്മച്ചിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പം നിങ്ങളത് വേണം ചെയ്യാൻ എന്നും പറഞ്ഞ് ഞാനാണ് നിർബന്ധിച്ച് ഇതിനെല്ലാം വിട്ടത്. 4 മണിയാകുമ്പോൾ തിരിച്ചു വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 5-5:30 വരെ മക്കൾ ഇരിക്കരുത്, നിങ്ങൾ 3 വരെ നിങ്ങൾ ഏട്ട് വരണമെന്ന്. കുഞ്ഞുങ്ങളടുത്ത് ഓരോന്ന് പറയും, സാധനങ്ങൾ കൊച്ചുങ്ങൾ പറയും, അച്ഛാ അത് മേടിച്ചോണ്ട് വരണം, ഇത് മേടിച്ചോണ്ട് വരണമെന്ന് പറയുമ്പം മക്കളെ ഞാൻ എല്ലാം മേടിച്ചോണ്ട് വരാമെന്ന് പറയും. മേടിച്ചു കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് പറയും അമ്മയുടെ മൊബൈൽ കൊടുക്കാൻ പറയും. എൻ്റെ കൈ മൊബൈൽ വരുമ്പോൾ ഞാൻ ചോദിക്കും എന്തുവാ എന്ന് പറഞ്ഞ്, അത് നീ ആവശ്യമുള്ളത് ഈ കൊച്ചുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നതിനാ, എൻ്റെ ഈ പൈസ ഉണ്ടോ? അപ്പം ഞാൻ ചോദിക്കും, ആഴ്ചയിലെ പൈസ ശമ്പളം കിട്ടുന്നെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ആഴ്ച ശമ്പളം കിട്ടുന്നത് പോരെ ഈ കുഞ്ഞുങ്ങൾക്ക് ഓരോന്ന് മേടിച്ചു കൊടുക്കാൻ? ആവശ്യമില്ല, നിങ്ങളുടെ ഈ കൊച്ചുങ്ങൾക്ക് ആവശ്യമില്ലാത്തത് പറഞ്ഞു കൊടുക്കുന്നേ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം കുഞ്ഞുങ്ങൾക്ക് ഞാൻ മേടിച്ചു തരാം. ദീപാവലിക്ക് തന്നെ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ അമ്മ മൊബൈൽ ഞോട്ടരെ. അപ്പം ഞാൻ മൊബൈൽ കൊടുത്തു മക്കൾക്ക്. അന്നേരം എൻ്റെ അടുത്ത് ഇവർ മൊബൈൽ അച്ഛനെ വിളിക്കും. അച്ഛനെ വിളിച്ചിട്ട് ഇവർ 3 പേരും ഭയങ്കര കൂവക്കം. അന്നേരം ഞാൻ ചോദിച്ച് എന്തിനാ കൂവുന്നേ? അതും പറഞ്ഞു ഉണ്ട്, ഇപ്പോൾ ഒരു സംഭവം ഉണ്ടെന്നും പറഞ്ഞ് ഇവർ പിന്നെയിൽ ഭയങ്കര സന്തോഷത്തോടുള്ള കൂവക്കം കൂവിയിട്ട് ഞാൻ അന്നേരം പറഞ്ഞ് എന്തോ ഉണ്ട്, എന്നോടത്തും കൂടെ ഒന്ന് ഇച്ചിരി പറ, എനിക്കൊന്ന് കേൾക്കണമല്ലേ. അന്നേരം പറഞ്ഞ അമ്മ അച്ഛ ഇപ്പം പടക്കമൊക്കെ മേടിച്ചോണ്ട് വരും, ഞങ്ങളിപ്പോൾ അത് പൊട്ടിക്കാനിട്ട് ഇരിക്കുക, ഇപ്പോൾ ഏതാണ്ട് പൂത്തിരിയൊക്കെ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞ്. അന്നേരം ഞാൻ പറഞ്ഞ് മോളെ അച്ഛൻ മേടിച്ചോണ്ട് വന്നിട്ട് നിങ്ങൾ സന്തോഷിക്കുക, അച്ഛൻ മേടിച്ചോണ്ട് വന്നിട്ട് നിങ്ങൾക്ക് സങ്കടം വരത്തില്ല, അതുകൊണ്ട് മക്കളൊക്കെ അങ്ങനെ സന്തോഷിക്കല്ലേ. ഞാൻ പറഞ്ഞ് ഇല്ലമ്മ അച്ഛൻ മേടിച്ചോണ്ട് വരുന്നു. ഈ കുഞ്ഞുങ്ങൾ 10:30 വരെ നോക്കിയിരുന്നിട്ട് ഈ ചേട്ടൻ അവിടെ വന്നില്ല. ഞാൻ പിറ്റേന്ന് രാവിലെ ഞാൻ വിളിച്ചു വെച്ചാൽ എന്താ കൊച്ചുങ്ങൾ കൊണ്ടുവരാന്ന്, നിനക്ക് അറിഞ്ഞൂടെ എൻ്റെ പൈസ ഇല്ലെന്ന്, എൻ്റെ ശമ്പളം കിട്ടിയെങ്കിലല്ലേ മേടിച്ചോളൂ. ഞാൻ പറഞ്ഞ എന്നാ അത് പറയണ്ടേ, കുഞ്ഞുങ്ങളെ മനസ്സ് ഒരിക്കലും സന്തോഷിപ്പിക്കരുത്. അവര് എന്ന് വെച്ചാൽ അച്ഛൻ ഇപ്പം പൂത്തിരി മേടിച്ചോണ്ട് വരുന്നപ്പോൾ ഇത് ഓരോ വാക്ക് പറയുമ്പോൾ ഇവര് 3 പേരും കൂടെ കൂവി പിന്നെ ആ പടിയിൽ നമ്മുടെ റോഡ് അരിവിനെ ഇതുപോലെ പടി 3 എണ്ണം കൂടെ 10:30 വരെ ഇരുന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞു മക്കളെ അച്ഛൻ മേടിച്ചോണ്ട് വന്നിട്ട് നിങ്ങൾ സന്തോഷിക്കണം. അന്നേരം ഇത് കത്തിച്ച് സന്തോഷിച്ചൂടെ? അല്ല, അതിനു മുമ്പ് നിങ്ങൾ സന്തോഷിക്കരുത്. കാരണം കുഞ്ഞുങ്ങൾക്ക് എല്ലാം പറയും മേടിച്ചോണ്ട് വരുന്നത്. ബാംഗ്ലൂർ എന്നപ്പം പറഞ്ഞ് മക്കളെ അവിടെ കമ്പ്യൂട്ടർ മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ടെന്ന്. അന്നേരം എൻ്റെ അടുത്ത് അമ്മ കമ്പ്യൂട്ടർ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടറൊക്കെ നല്ല നിങ്ങൾ വളർന്നു വരുമ്പോൾ അത് പഠിച്ചു വന്നാൽ നിങ്ങൾക്ക് നല്ലതില്ലേ, കമ്പ്യൂട്ടർ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഗുജറാത്തിലോ ഗുരുവായൂരോ ഇപ്പം പറഞ്ഞ് മക്കളെ കമ്മൽ ഞാൻ മേടിച്ചോണ്ട് വരാം, നിങ്ങൾക്ക് 3 പേർക്കും വരുമ്പോൾ കമ്മൽ കൊണ്ടുവരാം. ഈ കമ്മലും കിട്ടിയിട്ടില്ല. 3 കൊച്ചുങ്ങളുണ്ട്, ഒരു കമ്മലാവട്ടെ, ഒരു കൊലുസാവട്ടെ, ഒരു അരിഞ്ഞാണാവട്ടെ ഇന്ന് വരെ മേടിച്ചു കൊടുത്തിട്ടില്ല.
ഇന്ന് വരെ ആ കുഞ്ഞുങ്ങൾക്ക് മൂന്നിനും ഒരു കൊച്ചു കമ്മല് അന്നൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കുമ്പോഴാണ്. ആ സമയത്ത് ഞാൻ കൊണ്ടുവരുന്ന പൈസ ജോലിയും കഴിഞ്ഞ് കൊണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ തന്നെ അത് ഞങ്ങളെല്ലാം കൂടെ ചിലവാക്കുന്നത്. എന്തെങ്കിലും വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിലവാക്കുന്നത്. അല്ലാതെ ഞാൻ കൊണ്ടുവന്ന പൈസ ചിലവാക്കുന്നില്ല. ഇത്രയും പറഞ്ഞാൽ ഒരു സത്യസന്ധം പറഞ്ഞാണ്ട് ഈ നീതി പെടുത്തിരിക്കുന്നത് ഈ 3 പേരാണ് സത്യം. ഒരു സത്യസന്ധമായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം.